ഹലോ, എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഏറ്റവും കൂടുതലും ഇട്ട് കൊടുക്കാറുള്ള വളം ഇതാട്ടോ. ഇത് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒക്കെ നമുക്ക് എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോടൊക്കെ ഇളക്കിയിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. 1-2 സ്പൂണൊക്കെ നമുക്ക് എപ്പോഴും ഒരു 10 ദിവസം കൂടുമ്പോഴോ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സിനും ലീഫി പ്ലാന്റ്സിനും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ഏറ്റവും കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ചാണകമൊക്കെ എപ്പം കൊടുക്കാറുണ്ട്, എന്നാലും കൂടുതൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കളും ഒക്കെ ഉണ്ടാവും. റോസപ്പൂ കണ്ടോ, നല്ല വലിപ്പമുള്ള റോസപ്പൂക്കളൊക്കെ ഉണ്ടാവും. എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഇതുണ്ടോ, എൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് നമുക്ക് ലീഫി പ്ലാന്റ്സിനും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാത്തിനും ഇട്ട് കൊടുക്കാം ഈ വളം എന്ന് പറഞ്ഞുള്ളൂ, പക്ഷെ എന്ത് വളമാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. അപ്പം ഈ ചാക്കിനകത്താണ് കേട്ടോ നമ്മുടെ വളം. അപ്പം നമുക്ക് എന്ത് വളമാണെന്നറിയണ്ടേ, അപ്പം നമുക്ക് കാണിച്ചു തരാം എൻ്റെ പ്ലാന്റ്സിന് ഞാൻ കൊടുക്കാറുള്ള വളം. ഉണ്ടോ, ഇതാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിന് കൊടുക്കാറുള്ള സീക്രട്ട് വളം. കണ്ടോ, ചിലരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ ശരിയാണെന്ന്. നമ്മുടെ ഈ മുട്ടത്തോടിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഫുള്ള് കാൽസ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും അതുപോലെ ചെടികൾക്കും ഒക്കെ നല്ലതാണ്. ഒക്കെ ആവശ്യമുള്ളതാണ് ഈ കാൽസ്യം. അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. 10 ദിവസം കൂടുമ്പോഴോ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ഇതാണ്, നമ്മുടെ പശുക്കളൊക്കെ പ്രസവത്തോടു കൂടി വീണു പോകുന്നത്. കാൽസ്യം കുറഞ്ഞിട്ട് പ്രസവത്തോടു കൂടി പശുക്കളൊക്കെ വീണു പോകുന്നു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ ഈ കാലിത്തീറ്റയൊക്കെ കൊടുക്കില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഈ മുട്ടത്തോട് കഴുകി ഉണക്കി വെച്ചിട്ട് ഒരു കാലിത്തീറ്റയുടെ കൂടെ ഒരു 2-3 മുട്ടത്തോടും കൂടെ പൊടിച്ചത് അതുങ്ങൾക്ക് കൊടുക്കണം. അത് നേരത്തെ തൊട്ട് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വീഴാൻ്റെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാം പശുക്കൾക്കൊക്കെ. അതും ഏറ്റവും നല്ലതാണ് കേട്ടോ കാൽസ്യത്തിന്. അതുപോലെ മനുഷ്യർക്ക് നമുക്കും അതെ, ഒരുപാടൊന്നുമല്ല, ഒരു കുറച്ചൊക്കെ ഒരു മുട്ടേൻ്റെ ഒരു തൊണ്ടൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ അതോ ജ്യൂസിലോ ഒക്കെ കലക്കിയൊക്കെ കുടിക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാട്ടോ. മുട്ടത്തോട് കഴിക്കാമെന്ന് പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് മുഴുവനും കൂടെ കടിച്ച് ചവച്ച് മുഴുവനും കൂടെ അതുപടി മുട്ടത്തോടും മുട്ടയും കൂടെ കഴിക്കുകയല്ല. നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി ഉണക്കി സൂക്ഷിച്ചിട്ട് ഒരു മുട്ടേൻ്റെ പകുതി ഒരു മുട്ടയോ അങ്ങനെയൊക്കെ നമ്മൾ ജ്യൂസിലോ വെള്ളത്തിലോ ഒക്കെ കലക്കി കുടിക്കാം. സ്ഥിരമായിട്ടൊന്നും കുടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യമൊക്കെ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ ചെടികൾക്കും ഏറ്റവും നല്ലതാണ് കാൽസ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഈ 10 ദിവസം കൂടുമ്പോഴോ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് ഈ മുട്ടത്തോട് പൊടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ മുട്ടത്തോട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പൊടിച്ച് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇരുട്ടായി, അത് കാരണം നമുക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. മുട്ടയൊന്നും കഴിക്കുന്നില്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് അടുത്തുള്ള ഹോട്ടലുകളിലോ
അങ്ങനെയൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മുട്ടത്തോട് കിട്ടും കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് പൊടിച്ച് നമ്മുടെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ അത്യാവശ്യം വേറെ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ. എന്നിട്ട് അത്യാവശ്യം തരക്കേടില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ മുട്ടത്തോടും പിന്നെ ചാണകവും പിന്നെ നമ്മളുണ്ടാക്കുന്ന നാച്ചുറൽ ഫെർട്ടിലൈസർ അതൊക്കെയാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. എന്നിട്ടും അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ വളരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് മുട്ടത്തോടൊക്കെ ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.